നമസ്കാരം, ഞാൻ സുമേഷ് ചാത്തംകുളം ഗ്രൂപ്പിൻ്റെ വൈസ് ചെയർമാനാണ്. ചാത്തംകുളം ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്തെടുത്തുള്ള ചാത്തംകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി എന്ന് പറയുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം CT ബിൽഡേഴ്സ് ആപ്പ് എന്നുള്ള നെയിമിൽ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് മോഡൽ വളരെ സിമ്പിളാണ്. ഇത് ആമസോണോ ഫ്ലിപ്കാർട്ടോ Alibaba.com Airbnb ഒക്കെ പോലെ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ നമ്മുടെ ക്ലയൻസിന് പ്ലോട്ട് ഉണ്ടെങ്കിൽ അവിടെയോ അല്ലെങ്കിൽ ക്ലയൻസിന് പ്ലോട്ടുകൾ CT ബിൽഡേഴ്സ് ആപ്പിൽ കൂടെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള പ്ലോട്ടുകൾ വാങ്ങിയിട്ട് അതിലോ 10% കോസ്റ്റ് സേവ് ചെയ്തുകൊണ്ട് ബിൽഡ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ആ ലോജിക്, റൈറ്റ്? അത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഡിജിറ്റൽ ടെക്നോളജീനെ ലിവറേജ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോയുമായി വരുന്നത് അതുവഴി ബിൽഡ് ചെയ്യുന്ന ഈ കൺസ്ട്രക്റ്റ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ വെൻഡേഴ്സായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണല്ലോ, അതിൻ്റെ അകത്ത് വെൻഡേഴ്സായിട്ട് ലിസ്റ്റ് ചെയ്യുന്ന അപ്രൂവ് ചെയ്യുന്ന ആളുകൾ എന്ത് ക്വാളിറ്റിയാണ് വേണ്ടത്, അവർക്ക് എന്ത് സൂപ്പർ പവറാണ് നമ്മുടെ പ്ലാറ്റ്ഫോം കൊടുക്കുന്നത്, ഓഫർ ചെയ്യുന്നത്, അതേപോലെ തന്നെ അവരെന്താണ് കമ്മിറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ക്ലയൻസ്, ഇത് വളരെ വ്യക്തമാക്കിയിട്ടുള്ളൊരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയുമായി വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഒരു ഫാക്റ്റ് ഞാൻ ബോധിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. 95% പെയിൻറ്റ് വാങ്ങാൻ പോയ കമ്മീഷൻ, വയർ വാങ്ങാൻ പോയ കമ്മീഷൻ, ടൈല് വാങ്ങാൻ പോയ കമ്മീഷൻ, ഇങ്ങനത്തെ തന്നെയാണ് ഇൻഡസ്ട്രി. ഇതൊരു വാസ്തവമാണ്. ഈ ചലഞ്ചുകൾ ഞങ്ങൾ ഇൻഡസ്ട്രിയിൽ ഒരുപാട് കാലമായിട്ട് 10-15 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നമ്മൾ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ടും അതിനെ ഇറാഡിക്കേറ്റ് ചെയ്യണമെന്നുള്ള ശുദ്ധമായിട്ടുള്ള ആ ധാരണ കൊണ്ടുമാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള ഈ കമ്മീഷൻസ് മാത്രമല്ല, ഇതേപോലെ തന്നെ ലേബർ വർക്കിങ്ങിൽ എല്ലാ ഭാഗത്തും കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സിസ്റ്റമൈസ് ചെയ്യാനും സ്റ്റാൻഡർഡൈസ് ചെയ്യാനും സ്കെയിലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് മനസ്സിലായിക്കൊണ്ടാണ് ഞങ്ങൾ ഇൻഡസ്ട്രീൻ്റെ അകത്തേക്ക് വരുന്നത്, ഇതിൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാക്കി ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇപ്പോൾ എക്സ്ക്ലൂസീവ്ലി നമ്മൾ വെൻഡേഴ്സിൻ്റെ സൈഡ് പറയുകയാണെങ്കിൽ വെൻഡേഴ്സ് ചെയ്തതിൻ്റെ അകത്തേക്കെന്ന് പറയാം ഒന്ന് ഈ മാനുഫാക്ചറേഴ്സ് ആയിരിക്കും ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുക, അതായത് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ കൂടെ ഡീലറിൻ്റെ കൂടെ എങ്ങനെയാണ് അവർ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അതുപോലെ ലിസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം. ഫോർ എക്സാമ്പിൾ, ഓരോ കമ്പനികളും അവരുടെ MRP 100 രൂപയാണെന്ന് വയ്ക്കുക. അതേ എക്സാമ്പിൾ തന്നെ ഞാൻ പറഞ്ഞു പോകുന്നത് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. 100 രൂപയാണെന്ന് വയ്ക്കുക. അതിൻ്റെ അകത്ത് 50% ഡിസ്കൗണ്ട്, 5 മുതൽ 50% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്ന മാനുഫാക്ചറേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ. അവർ 50% ഡിസ്കൗണ്ട് ഓഫർ ചെയ്തു കമ്പനി. അത് കഴിഞ്ഞതിന് ശേഷം അതിന് 5% ആയിരിക്കും ചിലപ്പോൾ ഡീലർക്കോ ഡിസ്ട്രിബ്യൂട്ടർക്കോ ഉള്ളത്. അവർ അതിൻ്റെ അകത്ത് 2.5% ഡിസ്കൗണ്ട് ഓഫർ ചെയ്യുന്നത് വയ്ക്കുക എക്സാമ്പിൾ. അപ്പം അങ്ങനെ വരുമ്പോൾ 47 രൂപ 50 പൈസയാണ് ആ പ്രോഡക്റ്റിന് വരിക, ആർക്ക് നമ്മുടെ ഇതിൻ്റെ അകത്ത് ലിസ്റ്റ് ചെയ്യുന്നത് ക്ലയൻറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കേസിൽ 52% ഡിസ്കൗണ്ട് ഉണ്ടാവും. അവിടെ 100 രൂപ MRP ഉള്ളത് 47 രൂപ 50. ഇങ്ങനെയാണ് ഈ മെത്തേഡിലാണ് വരേണ്ടത്. ഈ മെത്തേഡിൽ ആണ് ചെയ്യേണ്ടത്. ഇനി അടുത്തത്, അപ്പോൾ ഈ മെത്തേഡിൽ ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് മാക്സിമം ഇതിൻ്റെ അകത്ത് കിട്ടണമെന്നുള്ളതാണ് ഞങ്ങളുടെ റിക്വസ്റ്റും ഡിമാൻഡും റിക്വയർമെൻറ്റും, റൈറ്റ്? എന്താ കാരണം? സൂപ്പർ പവേഴ്സ് ഞങ്ങൾ 2-3 അലോ ചെയ്യുന്നുണ്ട് ക്ലയൻസിന്. എന്താണെന്ന് പറഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള POs. ആ POs പ്രകാരം വെൻഡേഴ്സ് സപ്ലൈ ചെയ്താൽ വിത്തിൻ 24 hours പേയ്മെൻറ്റ്. ദാറ്റ് മീൻസ് ഇന്നത്തെ കണ്ടീഷനിൽ വളരെ എന്താ പറയുക, എന്താണോ വെൻഡേഴ്സ് ആഗ്രഹിക്കുന്നത് അതിലെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ടുള്ള ഓൺ ടൈം വിത്തിൻ 24 hours പേയ്മെൻറ്റ്. അതാണ് ഇതിൻ്റെ. അപ്പോൾ ആ സൂപ്പർ പവർ അവിടെ ഈ പ്ലാറ്റ്ഫോമിൽ കൂടെ കിട്ടുമ്പോൾ അതിനുള്ള പണിയാണ്, അതിനുള്ള മറുപറമാണ് വെൻഡേഴ്സ് എന്ത് ചെയ്യേണ്ടത്. യെസ്, വെൻഡേഴ്സ് ഹെൽത്തി ആയിരിക്കും, നോ ഡൗട്ട് ഓൺ ദാറ്റ്. ദ പോസിബിൾ ബെസ്റ്റ് ഡിസ്കൗണ്ട്, ഇതിൻ്റെ അകത്ത് കിട്ടുന്ന ഡിസ്കൗണ്ട് വേറെ സ്ഥലത്ത് ഒരാൾ കിട്ടാൻ പാടില്ല. അത് ഞങ്ങൾ വെൻഡേഴ്സിൽ ആഗ്രഹിക്കുന്നു. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത് നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഈ പർട്ടിക്കുലർ പാർട്ട് പോകുമ്പോൾ ഞാൻ ഏറ്റവും അണ്ടർലൈൻഡ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, ഈ ഇൻഡസ്ട്രിയുടെ അകത്ത് ഇത്രയും കറപ്റ്റഡ് ആയതുകൊണ്ട് ആ കറപ്ഷൻ ഇറാഡിക്കേറ്റ് ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും, ഞങ്ങളുടെ ടീം മെമ്പേഴ്സിന് ആർക്കോ, ഞങ്ങളുടെ ക്ലയൻസിനോ, ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരാൾക്കും ഞങ്ങളുടെ സിസ്റ്റത്തിൻ്റെ അകത്ത് ലിങ്ക് ചെയ്തുകൊണ്ട് ഒരാളൊരു വടയോ ചായയോ ഒരു ഡയറിയോ പെൻസിലോ പോയിട്ട് 1 രൂപൻ്റെ ഒരു പ്രൈസും ഒരു വെണ്ടറും കൊണ്ടുവന്ന് തരേണ്ടതില്ല, തരാൻ പാടില്ല. ബിക്കോസ് അത് ഞങ്ങളുടെ ഈ കോഡ് ഓഫ് കോണ്ടാക്റ്റിനെ മുഴുവൻ ബാധിക്കുന്നതാണ്, ഞങ്ങളുടെ പ്രോട്ടോകോൾസിനെ ബാധിക്കുന്നത്. അത്തരത്തിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുണ്ടായി ആരെങ്കിലും വാങ്ങിച്ച ആളും ദയവായിട്ട് ഞങ്ങളെ ഒരു തല്ലുകൂടാനും പടങ്ങാനൊന്നുമില്ല. ഞങ്ങളുടെ സിസ്റ്റത്തിന് ദേ ഹാവ് ടു റിസൈൻ ആൻഡ് ഗോ അവൻ, മാറണം. അതേപോലെ തന്നെ വെണ്ടറാണെങ്കിലും ഒരാൾ അത്തരത്തിലുള്ള ഒരാളുകളിൽ ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ ഓരോ ആളുകളും, ഈ വീഡിയോ കാണുന്ന ഓരോ ആളുകളും ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഞങ്ങളിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ കറപ്റ്റഡ് അല്ലാത്ത വളരെ എന്താ പറയുക സൂപ്പർ ഫൈൻ ആയിട്ടുള്ള ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറാണ് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിന് നിങ്ങൾ സഹായിക്കണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. ഒപ്പം ഞങ്ങൾക്ക് അടുത്ത ഒരു 4 കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്ത് തരുന്ന വാല്യൂസും 4 ക്വാളിറ്റീസ്.
ക്വാളിറ്റീസിന് എന്തൊക്കെയാണ് പറയുക, വിത്തിൻ കോസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഞങ്ങൾ ഇത്തരത്തിലുള്ള പേയ്മെൻറ്റ് ഓട്ടോമൈസ്ഡ് ആയിട്ട് സിസ്റ്റത്തിൽ വരുമ്പോൾ പേയ്മെൻറ്റിന് വേണ്ടി ഒരു വെൻഡറും ഒരു ദിവസം പോലും എവിടെ അലയേണ്ടി വരാത്തത് കൊണ്ട് ദ പോസിബിൾ ബെസ്റ്റ് ഡിസ്കൗണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് കിട്ടണം, അത് ഞങ്ങളുടെ ക്ലയൻസിന് കൊടുക്കണം. ക്ലിയർ? ദാറ്റ് മീൻസ് വിത്തിൻ കോസ്റ്റ്. നമ്പർ 2, ഇറ്റ് മസ്റ്റ് ബി വിത്തിൻ ക്വാളിറ്റി. എന്താണ് ക്വാളിറ്റി? ക്വാണ്ടിറ്റിയും ഉണ്ടാവണം. ചില ആളുകൾ പഴയ കൺവെൻഷണൽ മെത്തേഡിൽ ആളുകൾ പറയുന്നുണ്ട് ഒരു യൂണിറ്റ് പറഞ്ഞാൽ 90 ഉണ്ടാവുള്ളൂ. ആ പരിപാടി ഇവിടെ പറ്റില്ല. ഒരു യൂണിറ്റ് പറഞ്ഞാൽ 100 m² ആണെങ്കിൽ 100 ചതുരമാണ് CFT ആണുള്ളതെങ്കിൽ 100.1 അല്ലാതെ 99.99 ഉണ്ടാവാൻ പറ്റില്ല, അലോ ചെയ്യാൻ പാടില്ല. ഉണ്ടെങ്കിൽ അതിനാണ് ബില്ല് ചെയ്യാൻ പാടുള്ളൂ. അത് ഷോർട്ട് ഫോൾ വന്നിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫൈന് എന്താണോ ഫൈൻഡ് ഔട്ട് ചെയ്തതിന് ഡബിൾ ആയിരിക്കും വേണം. ദാറ്റ് മീൻസ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഫൈൻ അടിക്കലല്ല, അത് ഇല്ലാണ്ടാക്കലാണ്. ബിക്കോസ് വി റിക്വയർ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ഹാസ് ടു ബി സ്കെയിൽഡ് അപ്പ്. അപ്പോൾ ക്വാളിറ്റി ക്ലിയർ ആയി. ക്വാളിറ്റി എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഉണ്ടാവണം, ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി എന്താണോ മെൻഷൻ ചെയ്തിട്ടുള്ള ടെസ്റ്റ് പാരാമീറ്റേഴ്സ്, ആ ടെസ്റ്റ് പാരാമീറ്റേഴ്സ് പാസ്സാവണം. ഇതിനെല്ലാവരും സഹകരിക്കണം പ്ലീസ്. അടുത്തത് സ്പീഡ്, ടൈം, വിത്തിൻ ടൈം. അതായത് 1 മണിക്ക് സപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 12:59 സപ്ലൈഡ് ആയിരിക്കാം. പിന്നെ ഇതിനകത്ത് 1:05 വന്നിട്ട് കാരണം പറഞ്ഞ സംവിധാനം ഉണ്ടാവരുത് എന്ന സംവിധാനം നിങ്ങൾ കണ്ടെത്തണം. റൈറ്റ്? പിന്നെ പ്രൊസീജിയർലി ഈ സിസ്റ്റത്തിൻ്റെ അകത്തുനിന്നുള്ള ഓതറൈസ്ഡ് അപ്രൂവ്ഡ് POs കിട്ടാതെ, അല്ലെങ്കിൽ അപ്രൂവ്ഡ് വർക്ക് ഓർഡേഴ്സോ എനിത്തിങ് കണക്റ്റഡ് കിട്ടാതെ ഒരു സാധനം ലോഡ് ചെയ്ത് ഇങ്ങോട്ട് അയക്കരുത്. അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിക്കൊണ്ട് ഞങ്ങളുടെ പേയ്മെൻറ്റ് ക്ലോസ് പറയുന്നത് 24 hours പേയ്മെൻറ്റാണ്. ഇവിടെ വന്നു, ആ ക്വാളിറ്റി ഉണ്ട് അക്സെപ്റ്റ് ചെയ്ത് ക്വാളിറ്റി പാസ് ചെയ്ത് കഴിഞ്ഞാൽ വിത്തിൻ 24 hours ദ പേയ്മെൻറ്റ് വിൽ ബി ക്രെഡിറ്റഡ് ഇൻ ടു യുവർ അക്കൗണ്ട്, വെൻഡർ അക്കൗണ്ട്. ഓൾറൈറ്റ്? ഈ മെത്തേഡിലാണ് പോകുന്നത്. ഇതിനൊപ്പം ഞങ്ങളെന്ന് പറയുന്നത് വളരെ ഇന്നോവേറ്റീവായിട്ട് 4 വാല്യൂ സിസ്റ്റം ഫോളോ ചെയ്യുന്ന സ്ഥാപനമാണ്. ഇന്നോവേറ്റീവ് ആയിരിക്കും, അതാണ് നമ്മുടെ ഈ സിസ്റ്റം. ലോകത്ത് തന്നെ ഒരു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ആദ്യമായിട്ട് ടേക്കപ്പ് ചെയ്തിട്ടുള്ള കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയെ കൺസ്ട്രക്ഷൻ ഡിജിറ്റൽ പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി ഈ ഒരു ഡിജിറ്റൽ വേയിൽ കൂടെ കൊണ്ടുവന്നിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ഞങ്ങൾ. ദാറ്റ് മീൻസ് നമ്മുടെ വാല്യൂ സിസ്റ്റമാണ് ഇന്നോവേഷൻ. രണ്ടടുത്തത് എത്തിക്സ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരു കാലത്തും ഒരു കാരണവശാലും ഈ ചതവളം ഗ്രൂപ്പിൻ്റെ അകത്ത് ₹1 അൺഎത്തിക്കൽ പ്രാക്ടീസസ് ഒരുത്തനും അലോ ചെയ്യരുത്. അതിനെന്ത് വില കൊടുത്തും ഏത് തരത്തിലും നേരിടുകയും അതിനെ അബോളിഷ് ചെയ്യുകയും അത് ഇറാഡിക്കേറ്റ് ചെയ്യുകയും അത്തരത്തിലുള്ള സാധനം ഇല്ലാതിരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ വാല്യൂ സിസ്റ്റം എത്തിക്സിലൂടെ കൊണ്ടാണ്. അത് നമുക്കത് ഫോളോ ചെയ്തേ പറ്റുള്ളൂ. അടുത്ത ട്രാൻസ്പെറൻസി. ഞങ്ങളുടെ ഒരു ക്ലയൻറ്റിൻ്റെ അക്കൗണ്ട്, നമ്മുടെ ഒരു വെൻഡറിൻ്റെ അക്കൗണ്ട്, അതൊക്കെ വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. എല്ലാ ആളുകൾക്കും അറിയാം എവിടെ കളവുണ്ടെങ്കിലും ഇറ്റ് വിൽ ബി സോഷ്യലി ഓഡിറ്റഡ്. ബിക്കോസ് ഒരു സ്ഥലത്ത് സിമെൻറ്റ് വാങ്ങി ₹300 മാർക്കറ്റ് വിലയുള്ള സിമെൻറ്റ് ഈ ₹310 വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾ വേണ്ട. ഇത്ര വലിയ പ്ലാറ്റ്ഫോം, ഇത്ര പേയ്മെൻറ്റും, ഇത്ര സിസ്റ്റംസും, ഇത്ര വോള്യൂംസ് ഒന്നും കൊടുക്കണ്ട. അത് ₹290 ₹270 എത്രയാണോ കിട്ടേണ്ടത് അതിൻ്റെ ബെസ്റ്റ് പോസിബിൾ ലോവസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനാണ് വാങ്ങിച്ച് ക്ലയൻറ്റിന് കൊടുക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. റൈറ്റ്? അപ്പോൾ അത് ആ കോസ്റ്റിനകത്ത് അവർക്ക് കിട്ടണം. ആ കിട്ടുന്ന കോസ്റ്റിൻ്റെ അകത്ത് എത്തിക്കൽ വാല്യൂസിന് ട്രാൻസ്പെറൻസിന് എന്തായിരിക്കണം? അത് ₹301 വരുന്നത്, അല്ലെങ്കിൽ കുറച്ച് വില കൂടിയിട്ടാണ് വരുന്നത്. ഇറ്റ് വിൽ ബി വെരി ട്രാൻസ്പെറൻറ്റ്. എല്ലാ ക്ലയൻറ്റിനും കാണും. ഒരു ക്ലയൻറ്റിന് അത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് അവർ വേറെ എവിടെ നിന്ന് കോട്ട് എടുത്ത് തന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എഫക്റ്റിംഗ് ദ ഹോൾ സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു സോഷ്യൽ ഓഡിറ്റ് ഓരോ പർച്ചേസിനും ഓരോ വർക്ക് ഓർഡേഴ്സിനും എല്ലാ മൂവ്മെൻറ്റിലും നടക്കുന്ന സിസ്റ്റമാണ് നമ്മൾ ഗവൺ ചെയ്യാൻ പോകുന്നത്. റൈറ്റ്? അത്രയും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും സിസ്റ്റം. ക്ലിയർ? അടുത്ത സ്പീഡ്, അത് നമ്മുടെ അടുത്ത വാല്യൂ ആണ്. റൈറ്റ്? ആ സ്പീഡ് പറഞ്ഞാൽ എന്താണ്? 1 minute ബിഫോർ. 10 മണി പറഞ്ഞാൽ 9:59. അത് പേയ്മെൻറ്റ് ആയിക്കോട്ടെ, POs ആയിക്കോട്ടെ, സപ്ലൈ ആയിക്കോട്ടെ, എല്ലാ സാധനം ബിഫോർ ടൈം. ക്ലിയർ? അപ്പോൾ ഞാൻ ഒന്നും കൂടി കറക്റ്റ് ചെയ്യാണ്. 4 ക്വാളിറ്റീസാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഒന്ന് വിത്തിൻ ക്വാളിറ്റി, വിത്തിൻ കോസ്റ്റ്, വിത്തിൻ ടൈം, വിത്തിൻ പ്രൊസീജിയർ. 4 വാല്യൂ സിസ്റ്റത്തിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നോവേഷൻ, ട്രാൻസ്പെറൻസി, സ്പീഡ്, എത്തിക്സ്. റൈറ്റ്? ഇതിന് ഒരു കാരണവശാലും ഫെയിലിയർ വരാതെ നമ്മുടെ ഒപ്പം നിൽക്കാൻ. ബിക്കോസ് ഞങ്ങൾ ഒരു മാസം കൊണ്ട് ഒന്നായിട്ട് കാശുണ്ടാക്കിയിട്ട് മുങ്ങുക, അല്ലെങ്കിൽ കാശുണ്ടാക്കുക എന്ന് ചിന്തിക്കുന്ന ഒരാൾ നമ്മുടെ ഒപ്പം വന്നാൽ ശരിയാവില്ല. ഞങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സായി ശരിയാവില്ല. ഞങ്ങളുടെ അഫിലിയേറ്റ് ചെയ്യുന്ന ആളുകൾ ലോങ് ടേം അഫിലിയേഷൻ പ്രതീക്ഷിക്കുക. വെൻഡേഴ്സ് ആണെങ്കിലും, ഒരു കോൺട്രാക്ടേഴ്സ് ആണെങ്കിലും, കൺസൾട്ടൻസ് ആണെങ്കിലും, ക്ലയൻസ് ആണെങ്കിലും ഒക്കെ വളരെ സത്യസന്ധമായിട്ടുള്ള, വളരെ ഫെയറും ജെന്യൂനുമായിട്ടുള്ള പ്രാക്ടീസസ് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. അതാണ് ഈ സിസ്റ്റം. ആ സിസ്റ്റത്തിൻ്റെ അകത്ത് പോകാൻ താല്പര്യമുള്ള ആളുകൾ ഞങ്ങളുടെ അസോസിയേറ്റ് ചെയ്യുക. വളരെ നല്ലൊരു കുടുംബാന്തരീക്ഷം. ബിക്കോസ് ഞങ്ങൾക്ക് നല്ല ബോധ്യമാണ് ഞങ്ങളുടെ ടീമിന്. ഞങ്ങളുടെ അടുത്ത് വരുന്ന ക്ലയൻസിൻ്റെ അവരുടെ ഡ്രീമാണ് വീട് എന്ന് പറയുന്നത്. അവരുടെ ലൈഫ് ടൈം സമ്പാദ്യം. ബിക്കോസ് ഇതൊന്നും ഒരിക്കലും എക്സ്പീരിയൻസ് ദിവസം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. 1, 2, 3 പ്രാവശ്യമൊക്കെയാണ് മാക്സിമം ഒരാൾ വീട് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ 80% ആൾക്കാർ, ബാക്കി 15% ആൾക്കാർ, രണ്ടാമത്തെ പ്രാവശ്യം ബാക്കി 5% ആൾക്കാർ, 3 അത്രയും വീട്. അപ്പോൾ അത് അവരുടെ ഡ്രീമിനെ സത്യസന്ധമായിക്കൊണ്ട് ഹോണസ്റ്റ് അവനേസ് മനുഷ്യരിൽ പറ്റുന്ന തെറ്റൊക്കെ അമർത്താൻ പറ്റും. എറേഴ്സ്
അതല്ലാതെ കൽപ്പിച്ചു കൂട്ടിയിട്ട് ഒരു ഇഞ്ച് പോലും, ഒരു മൈക്രോ മൂവ്മെൻറ്റ് പോലും, മൈക്രോ പോയിന്റ് പോലും അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യാത്ത ഒരു അന്തരീക്ഷം, സെൽഫ് ഗവേണൻസ്, ഓട്ടോ എക്സ്പോണൻഷ്യൽ സിസ്റ്റം, എല്ലാവർക്കും അതിൻ്റെതായ പ്രോഫിറ്റ് വന്ന് കറക്റ്റ് ടൈമിൽ പൈസ തരുന്നു. വെൻഡേഴ്സിനാണെങ്കിൽ ഓടി എടുക്കേണ്ടി വരും, ആവശ്യമില്ലാതെ പലിശ കൊടുക്കേണ്ടി വരും, ഒന്നും വേണ്ടിയില്ലല്ലോ. എവറിത്തിങ് ഓൺ ദ റൈറ്റ് ട്രാക്ക്, സിസ്റ്റംസ് ഇൻ പ്ലേസ് വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അതാണ് ചാത്തൻകുളം ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഫോർ പ്രോജക്ട് മാനേജ്മെൻറ്റ് കൺസൾട്ടൻസി. അപ്പോൾ അതിൻ്റെ ആ നന്മ, അതിലുള്ള വാല്യൂ സിസ്റ്റം മനസ്സിലായിക്കൊണ്ട് നിങ്ങൾ വെൻഡേഴ്സായിട്ട് നിങ്ങൾ എല്ലാവരും കൂടെ നിൽക്കണമെന്നും ഇതിൻ്റെ അകത്ത് മാറിക്കൊണ്ട് എവിടെയും ചലിക്കുന്നത് കണ്ടാൽ അത് വിത്ത് പ്രൂഫ് പിടിച്ചിട്ട് എടുത്തിട്ട് ഞങ്ങളുടെ ആളുകളുടെ അടുത്ത് ഏൽപ്പിക്കണമെന്നും, അത് ആളുകളിൽ എവിടെയും കിട്ടുന്നില്ല എങ്കിൽ എന്നെ ഡയറക്റ്റ് ബന്ധപ്പെടാൻ നിങ്ങൾ ആരും, ബിക്കോസ് അത്തരത്തിലാണ് വാല്യൂ സിസ്റ്റത്തിൻ്റെ അകത്ത് ബ്ലോക്ക് വന്നാൽ നമ്മളത് ഇടപെട്ടിരിക്കും, നടപടികൾ അപ്പെടുത്തിരിക്കും, ബിക്കോസ് അതിൽ ഞങ്ങൾ സിസ്റ്റം ഇല്ലാന്ന് വിശ്വസിക്കുന്ന ആളാണ്. സോ താങ്ക് യു, എല്ലാവരും കോപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.